സേഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. നിലമ്പൂരിൽ ജനങ്ങളും പിണറായി സവും തമ്മിലാണ് മത്സരമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ മീഡിയ വണിനോട് പറഞ്ഞു. പിണറായി സത്തിനെതിരെ ഒന്നും പറയാത്ത വ്യക്തിയാണ് ആര്യടം ഷൗക്കത്ത്. പിണറായിയേക്കാൾ ഷൗക്കത്തിനോട് വിരോധമുള്ള ആയിരങ്ങൾ നിലമ്പൂരിലുണ്ട്. ഷൗക്കത്തും പിണറായിയും ഒന്നിച്ചു വന്നാൽ പിണറായിയെ പിന്തുണയ്ക്കും. സതീശൻ നയിക്കുന്ന UDF-ൽ താൻ ഉണ്ടാവില്ലെന്നും PV അൻവർ മീഡിയ വണിനോട് പറഞ്ഞു. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറാണ് നമ്മോടൊപ്പമുള്ളത്. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് നീട്ടിയാൽ തന്നെ എന്തും പറയാൻ തയ്യാറായിട്ടുള്ള ഒരാളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മണിക്കൂറുകൾ മാത്രമേ ഇനി പ്രചാരണം അവസാനിക്കാൻ ബാക്കിയുള്ളൂ. എന്താണ് മനസ്സിൽ? ജയിക്കും, ജനം ജയിക്കും. ജനത്തിനാണല്ലോ വിലയില്ലാത്തത്. ജനം ജയിക്കുന്നു വെച്ചാൽ PV അൻവർ ജയിക്കുമെന്ന് തന്നെയാണ്. അതെങ്ങനെ വേണമെങ്കിലും കൂട്ടാം. ജനം ജയിക്കും. ജനത്തിനെയാണ് എല്ലാവരും, എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചില ആളുകൾ വളരെ നെഗ്ലക്ട് ചെയ്തിട്ട് പോവാണ്. ആ നെഗ്ലക്ട് ചെയ്യുന്ന ആ രീതിയെ നിലമ്പൂരിലെ ജനം ചോദ്യം ചെയ്യും. ഈ ഒരു ഒറ്റ വിഷയത്തിന്മേലാണോ താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? അതോ താങ്കളിപ്പോൾ വഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഞ്ചകനാണ് ഈ തിരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചത് എന്നത്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ താങ്കൾക്ക് ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ UDF-നും LDF-നും രണ്ടിനുമെതിരെ താങ്കൾക്ക് പോരാടേണ്ടി വരുന്നുണ്ട്. അപ്പൊ എന്ത് വെച്ചാണ് താങ്കൾ പ്രചാരണത്തിൽ ഊന്നൽ കൊടുക്കുന്നത്? വഞ്ചകന്റെ കാര്യം ആദ്യം പറയാം. അദ്ദേഹം മഹാവഞ്ചകനാണല്ലോ. ചേലക്കര എങ്ങനെ തെരഞ്ഞെടുപ്പുണ്ടായത് 6 മാസം മുമ്പ്? അവിടെ ഉണ്ടായിരുന്ന മന്ത്രിയെ രാജിവെപ്പിച്ചത് ഈ പിണറായി അല്ലേ? അവിടെയും തെരഞ്ഞെടുപ്പ് നടത്തിയില്ലേ? ഇപ്പോ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ഇത് LDF-ഉം UDF-ഉം തമ്മിൽ മാത്രമുള്ള മത്സരമാണ് എന്നാണ്. PV അൻവറിന്റെ പേരോ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരോ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അല്ല, അതൊരു വസ്തുതയാണ്. ഇവിടെ നടക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളും പിണറായിസും തമ്മിലാണ്. LDF-ഉം UDF-ഉം തമ്മിലാണ്. മുന്നണി ഇവിടെ ഇല്ല. ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ പിണറായിസത്തിനെതിരും ആ പിണറായിസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മലയോര കർഷകരുടെ വന്യജീവി വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതായത് UDF-ന് കിട്ടുന്നതും PV അൻവറിന് കിട്ടുന്നതും ഒരേ നിലപാടുള്ള ആളുകളുടെ വോട്ടുകളാണ്, പിണറായിസത്തിനെതിരായ വോട്ടുകളാണ്. അപ്പോൾ അത് ഭിന്നിച്ചു പോവുകയല്ലേ ചെയ്യും? ഒരിക്കലും ഭിന്നിച്ചു പോകില്ല. ആർക്കാണത് കിട്ടുക? അത് PV അൻവറിന് കിട്ടും. അതെന്താണ് അതിനുള്ള ഉറപ്പ്? പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പറയാത്തൊരു വ്യക്തിയെ ഇതുപോലെയുള്ള ഒരു ഇലക്ഷനിൽ യുദ്ധം നയിക്കാൻ അതിന്റെ ക്യാപ്റ്റൻഷിപ്പിൽ എങ്ങനെ നിർത്തുക? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 9 വർഷം എടുത്തു പിണറായിക്കെതിരെയോ പിണറായിസത്തിനെതിരെയോ ഈ മലപ്പുറത്ത് നടന്ന പോലീസിന്റെ അനീതിക്കെതിരെയോ ഈ പറയുന്ന മലയോര മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കാത്തതിനെതിരെയോ ഒരു വാക്കുച്ചരിക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം എങ്ങനെയാണ് പിണറായിസത്തിനെതിരെ പോരാട്ടം നടത്തുക? ഞാൻ ആ വിഷയമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് മാത്രമാണോ PV അൻവർ മത്സരരംഗത്ത് വന്നത്? അതുകൊണ്ട് മാത്രമല്ല, ഷൗക്കത്തിന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയില്ല. പിണറായിയേക്കാൾ വിരോധം ആർക്കാണ്? ഷൗക്കത്തിനോടുള്ള ആയിരക്കണക്കിന് വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. അവിടെ പിണറായിയും ഷൗക്കത്തും വരുമ്പോൾ അവർ പ്രിഫറൻസ് കൊടുക്കുക പിണറായിക്കാണ്. കാരണം അതിലേറെ ശല്യമാണ് ഇദ്ദേഹത്തെ ഉൾക്കൊണ്ട്. ഭീഷണിയാണ്, അനുഭവങ്ങളാണ്. അതാണ് പറഞ്ഞത്. കമ്മ്യൂണിറ്റി വോട്ട് വലിയ ഇഷ്യൂസ് ഉണ്ട്. ലീഗിന്റെ വോട്ട് വലിയ ഇഷ്യൂസ് ഉണ്ട്. ജോയ് ഫാക്ടർ വലിയ ഇഷ്യൂ ആണ്. മരിച്ചുപോയ പ്രകാശ് DCC പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ മകള് പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം. വലിയ ഇഷ്യൂസ് ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വേറെ ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയത് വലിയ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് UDF-ന്റെ വോട്ട്. ഈ വോട്ടൊന്നും ചെയ്യാതെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ ഞാനും കൂടെ നിന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് പരാജയപ്പെട്ടാൽ പിണറായിസം പോയി. അൻവർ പറയുന്ന രാഷ്ട്രീയം അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ PV അൻവർ എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് യാഥാർത്ഥ്യബോധത്തോടെ? കാരണം ഒരു വിജയം എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി എത്ര വോട്ട് എന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തിൽ PV അൻവർ എന്ത് പറയും? എന്താ പറയുക, ഇതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതാ പറഞ്ഞത്, ജനം തിരുത്തുമെന്ന് പറയുന്നത്. ജനമാണ് ഇവിടെ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ വീട്ടിലും എൻ്റെ ഒരു പ്രവർത്തകനുണ്ട്. അത് ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ 1.5 കോടി വീടുകൾ പരിശോധിച്ചാൽ അവിടെയുണ്ട് എൻ്റെ ഒരു പ്രവർത്തകൻ. ഈ ആന്റി പിണറായിസം PV അൻവർ പറയുന്നതിൽ വസ്തുതയുണ്ട്. അത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ കേരളത്തിലെ എല്ലാ വീട്ടിലും അച്ഛനോ അമ്മയോ മകനോ മകളോ മരുമകളോ വല്യച്ഛനോ അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡന്റോ ആയിട്ടുണ്ട്. അത് UDF നേതൃത്വം അത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയവർക്ക് അത് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സതീശനെ അത് ഉൾക്കൊള്ളാനും തയ്യാറായില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുത പിണറായിയുടെ ശവപ്പെട്ടിയിലെ, പിണറായിസത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കും, ഞാൻ രാജിവെക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ?
അതിവിടെ നടന്നിരിക്കും. എന്റെ ഒരു ചോദ്യം കൂടി മാത്രം. ഇനി തെരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെയായാലും നിലമ്പൂരിൽ ആര് ജയിച്ചാലും PV അൻവർ ഇനി UDF-മായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ആലോചിക്കും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF എന്റെ കൂടെ ആയിരുന്നല്ലോ, ലീഡർഷിപ്പ് എന്റെ കൂടെ ആയിരുന്നു, ഇപ്പൊ പ്രവർത്തകരും എന്റെ കൂടെ. അത് ആന്റി പിണറായിസമാണ്. ആ ആന്റി പിണറായിസത്തിനെ തകർക്കാൻ വേണ്ടി ഞാൻ മുന്നിട്ടപ്പോൾ എന്നെ തടഞ്ഞു നിർത്തിയത് VD സതീശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ്. ആ വ്യക്തിയെയും വെച്ചുകൊണ്ടുള്ള UDF-ൽ ഞാൻ ഉണ്ടാവില്ല. കാരണം ആ വ്യക്തി നയിച്ചിട്ടൊരു UDF ആന്റി പിണറായിസത്തിന് പോരാട്ടം നടത്താൻ ആത്മാർത്ഥമായി ഇവിടെ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെതായ പരിമിതികൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ മടിയിൽ അത്യാവശ്യം കനമുണ്ട്. പിണറായിയുടെ ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് കിട്ടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല. ആ ബോധ്യമുള്ള മനുഷ്യൻ അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ വെച്ചിട്ട് ഒരാത്മാർത്ഥമായ പോരാട്ടം പിണറായിസത്തിനെതിരെ നടത്താൻ കേരളം നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഞാനുണ്ടാവില്ല. വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു.